മക്കളെ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഫോഴ്സിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചപ്പോഴുള്ള ഫോഴ്സിന്റെ വാല്യൂ മനസ്സിലായി. എന്തായിരുന്നു അത്? നമുക്ക് ഒന്നുകൊണ്ട് റിവൈസ് ചെയ്യാം. സോ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചപ്പോൾ ഉണ്ടായ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് F which is equal to I into L cross B അല്ലെങ്കിൽ F which is equal to BIL sin theta. ഓക്കെ ആണോ? ശരി. ഇനിയാണെങ്കിൽ നിങ്ങൾ എൻസിആർടി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും. മക്കളെ എൻസിആർടിക്സിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, എൻസിആർടിക്സിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അതിപ്പോൾ സോൾഡ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അല്ല അതിപ്പോൾ ആണെങ്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് എല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്ത് കാണിച്ച് എൻസിആർടി അൺലോക്ക് എന്ന പുതിയ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആക്സസ് കിട്ടിയിട്ടില്ലെങ്കിൽ ദയവായി ചോദിക്കുക. സോ ആക്സസ് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കുക, നമുക്ക് ആക്സസ് തരാൻ കഴിയും. സോ കംപ്ലീറ്റ് എൻസിആർടിയുടെ കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, എൻസിആർടി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ചെയ്ത് കാണിച്ച് നമ്മളുടെ എൻസിആർടി അൺലോക്ക് എന്ന് പറഞ്ഞ കോഴ്സിൽ കിടപ്പുണ്ട്. സോ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പർച്ചേസ് ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അതും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് കമ്പൈൻഡ് ആണ്. സോ അങ്ങനെയെങ്കിൽ ആ കോഴ്സിന്റെ ആക്സസ് വാങ്ങിച്ചെടുക്കുക കേട്ടോ, ചോദിച്ച് വാങ്ങിച്ചെടുക്കുക കിട്ടിയിട്ടില്ലെങ്കിൽ. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ എൻസിആർടി ക്വസ്റ്റ്യൻസ് പറയുന്നില്ല, അധികം ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ആ എൻസിആർടി അൺലോക്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻസിആർടി നോക്കിക്കഴിഞ്ഞാൽ എൻസിആർടിയിൽ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് കാണാം. ഞാനിപ്പോൾ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ആണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ്. എനിക്ക് തോന്നുന്നു എൻസിആർടിയുടെ ആണെങ്കിൽ സോൾഡ് എക്സാമ്പിൾ ഫസ്റ്റ് എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നു. സോൾഡ് ഫസ്റ്റ് എക്സാമ്പിൾ ആണ്, 4ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ എക്സാമ്പിൾ ആണ്. അതായത് എക്സസൈസ് അല്ല, ലാസ്റ്റിലെ എക്സസൈസ് അല്ല, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സോൾഡ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യന്റെ സാരാംശം ഇതാണ്, അതിന്റെ സമ്മറി ഇതാണ്. ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിന്റെ മാസ് എം ആണ്, മാസ് എം ആണ്. അതിലൂടെയാണെങ്കിൽ ഐ എന്ന കറണ്ട് കടന്നു പോകുന്നുണ്ട്. അതിനെയാണെങ്കിൽ ഞാൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുകയാണ്. സോ എന്താണത്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. സോ കറണ്ട് എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയാണ് പോകുന്നത്. സോ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? മുകളിലേക്ക് ആക്ട് ചെയ്യും. മനസ്സിലാവുണ്ടോ? നോക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, കറണ്ട് ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. സോ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മുകളിലേക്ക് ആക്ട് ചെയ്യും. സോ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റിക് ഫോഴ്സ് ഇങ്ങോട്ട് മുകളിലേക്ക് ആക്ട് ചെയ്യും. അതിന്റെ വാല്യൂ എത്രയാണ്? മാഗ്നറ്റിക് ഫോഴ്സ് which is equal to B. ഉണ്ടോ? B ഇതിന്റെ ലെങ്ത് L ആണെന്ന് എഴുതിക്കോ. സോ BIL sin തീറ്റ. sin 90 എത്രയാണ്? sin തീറ്റ എത്രയാണ്? sin 90 ആണ്. സോ sin 90 എത്രയാണ്? 1 ആണ്. സോ ഈ ഫോഴ്സ് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഫോഴ്സ് ഉണ്ട്, വെയിറ്റ്. ഇതിന്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഇതിന്റെ വെയിറ്റ് നേരെ താഴേക്ക് ആക്ട് ചെയ്യും. എത്രയാണ്? mg. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു റോഡിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കണം? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മുകളിലുള്ള ഫോഴ്സും താഴത്തെ ഫോഴ്സും എന്ത് ചെയ്യണം? അത് ഇക്വേറ്റ് ചെയ്യണം. എത്ര കിട്ടും? ആ മുകളിലുള്ള ഫോഴ്സ് BIL ആണ്, which is equal to mg. സോ ബിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ B which is equal to ബാക്കിയെല്ലാം താഴെ കൊണ്ടുപോകണം, mg ഡിവൈഡ് ബൈ IL. സോ സിമ്പിൾ. വാല്യൂസ് ഇട്ട് കൊടുക്കുക, ആൻസറിലേക്ക് എത്തിച്ചേരുക. സോ എത്ര മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റോഡ് ലെവിഗേറ്റ് ചെയ്യും. ലെവിഗേറ്റ് ചെയ്യുന്ന മീനിങ് എന്താണ്? അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും. ചില ടോയ്സ് ഒക്കെ ഉണ്ട് അല്ലേ? ആ ടോയ്സിലൊക്കെ ആണെങ്കിൽ ലെവിഗേഷൻ കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഇവിടെ ആണെങ്കിൽ ഒരു റോഡ് വെച്ചിരിക്കുകയാണ്, ആ റോഡ് അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും. അതിന് കാരണം എന്താണ്? താഴേക്കുള്ള വെയിറ്റും മുകളിലേക്കുള്ള ഫോഴ്സും ബാലൻസ് ചെയ്യുന്നതാണ്. മനസ്സിലായല്ലോ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എടുക്കേണ്ടത്. ഇതുള്ള എൻസിആർടി ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള കംപ്ലീറ്റ് എൻസിആർടി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? എൻസിആർടി അൺലോക്ക് എന്ന കോഴ്സിൽ. ഞാൻ വീണ്ടും പറയുകയാണ്, കോഴ്സിന്റെ ആക്സസ് കിട്ടിയില്ലെങ്കിൽ ദയവ് ചെയ്ത് വിളിക്കുക. കംപ്ലീറ്റ് കോഴ്സിന്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ശരി. ശരി മക്കളെ, അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ ടോപ്പിക് എന്താണ്? ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ടു പാരലൽ കറണ്ട്സ്. നോക്ക്, ഇവിടെയാണെങ്കിൽ ബേസിക്കലി 2 കണ്ടക്ടേഴ്സ് ഉണ്ട്. ശരി, 2 കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ 2 കണ്ടക്ടേഴ്സ് ഉണ്ട്.
ഇതൊരു കണ്ടക്ടറാണ്, ഇത് മറ്റൊരു കണ്ടക്ടറാണ്. സോ ഈ കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് കണ്ടക്ടർ, ഈ കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് കണ്ടക്ടർ. ഓക്കെ ആണോ? ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I1, ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I2. ഈ രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള അകലമാണ് സ്മോൾ r എന്ന് പറയുന്നത്. ഓക്കെ ആണേ? ഇനി ശ്രദ്ധിച്ചിരിക്കണം, എനിക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞു തരണം, എനിക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണം. ഫസ്റ്റ്, മക്കളെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. ശരിയാണോ? ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. ശരിയാണോ? സോ അതിന്റെ വാല്യൂ പറഞ്ഞു തന്നെ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ r അകലെയുള്ള ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ നിങ്ങൾ പറയും സാർ സിമ്പിൾ, അത് സാർ ഡിറൈവ് ചെയ്താണ് μ0I/2πr. നമ്മൾ ആംപിയർ സർക്യൂട്ടിലൂടെ ഫസ്റ്റ് ആപ്ലിക്കേഷന്റെ പഠിച്ചതാണ്. ഒരു കറണ്ട് ക്യാരിങ് വയറുണ്ട്, അതിലൂടെ I എന്ന കറണ്ട് കടന്നു പോകുന്നുണ്ട്, r അകലെ ഒരു പോയിന്റ് ഉണ്ട്, അതിന് ചുറ്റും നമ്മൾ ഒരു ആംപിയർ ലൂപ്പ് എടുത്തായിരുന്നു, അത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു μ0I/2πr. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അതായത് ഫസ്റ്റ് കണ്ടക്ടർ r അകലുള്ള ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇവിടെ ഇൻടു ദ പ്ലെയിൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻടു ദ പ്ലെയിൻ ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻടു ദ പ്ലെയിൻ ആണ്. സോ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എനിക്ക് കിട്ടി. ബി ആരാ പ്രൊഡ്യൂസ് ചെയ്തത്? ഫസ്റ്റ് കണ്ടക്ടർ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു B1 which is equal to ഇക്വേഷൻ എന്താണ്? മ്യൂ0 ഒക്കെ ഭംഗിയായിട്ട് എഴുതാം. മ്യൂ0 ഒക്കെ നമുക്ക് ഭംഗിയായിട്ട് എഴുതാം. മ്യൂ0 കറണ്ട് ഏതാണ്? I1 ഇവനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ I1 ഡിവൈഡ് ബൈ 2πr. ശരിയാണോ? ഇതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. മക്കളെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ആരാണ് ഉണ്ടാക്കിയത്? ഫസ്റ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ് ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ഇതിൽ എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. ഇങ്ങോട്ടേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും. നോക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, കറണ്ട് മുകളിലേക്ക് പോവുകയാണ്. സോ ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. ശരിയാണോ? സോ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഈ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? F is equal to BIL sin തീറ്റയാണ്. ഇവിടെ തീറ്റ എത്രയാണ്? 90 ആണ്. സോ നമുക്ക് പറയാം BIL എന്ന് പറയാം. ഓക്കെ ആണോ? സോ അതായത് ഇവിടെയാണെങ്കിൽ ഉറപ്പായി ഫോഴ്സ് ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് സെയിം അവസ്ഥ തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടിട്ടിരിക്കുന്നു. സോ ഉറപ്പായിട്ടും ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. മക്കളെ, ഈ ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുന്നത്? സെക്കൻഡ് കണ്ടക്ടറിലാണ്. ആര് മൂലമാണ്? ഫസ്റ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മൂലം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഫോഴ്സ് ആക്ടിങ് ഓൺ സെക്കൻഡ് കണ്ടക്ടർ ഡ്യൂ ടു ഫസ്റ്റ് കണ്ടക്ടർ. ഇങ്ങനെ പറയാം. പറഞ്ഞുകൂടെ? സോ സിമ്പിൾ. സോ അങ്ങനെയെങ്കിൽ ഫോഴ്സിന്റെ വാല്യൂ പറഞ്ഞു തന്നെ. നിങ്ങൾ പറയും സാർ ഫോഴ്സിന്റെ വാല്യൂ ഫോഴ്സ് 21 which is equal to ഇക്വേഷൻ എന്താണ്? ഈ സെയിം ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ബി ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? B1 ആണ്. സോ B1 കറണ്ട് എവിടുത്തെ കറണ്ട് ആണ്? ഇതിന്റെ കറണ്ട് ആണ്. ശരിയാണോ? സോ മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. സോ BIL സൈൻ തീറ്റ. സോ B എത്രയാണ്? B എന്ന് പറഞ്ഞാൽ B1 ആണ്. സോ B1 ഇട്ടു. I എന്ന് പറഞ്ഞാൽ I2 ആണ്. സോ I2 ഇട്ടു. ഇനി L എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് ആണ്. സോ ഞാൻ പറയുകയാണ് ഇതിന്റെ രണ്ടിന്റെയും ലെങ്ത് സെയിം തന്നെയാണ്. രണ്ടിന്റെയും ലെങ്ത് എത്രയാണ്? L തന്നെയാണ് രണ്ടിന്റെയും ലെങ്ത്. സോ L എന്ന് കിട്ടും. സൈൻ 90 ആണ്. അത് മാറ്റി. അപ്പോൾ ഫോഴ്സിന്റെ വാല്യൂ കിട്ടിയോ മക്കളെ? സോ സിമ്പിൾ, ഫോഴ്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫോഴ്സിന്റെ വാല്യൂ മാറ്റി എഴുതാം. ഫോഴ്സ് which is equal to ഫോഴ്സ് F21 which is equal to നമുക്ക് പറയാം B1 പകരം എന്ത് പറയാം? B1 ന്റെ വാല്യൂ എന്ത് ചെയ്യും? കിടക്കുന്നു. B1 ന്റെ വാല്യൂ എത്രയാണത്? μ0I1 ഡിവൈഡ് ബൈ 2πr. ഇതാണ് B1 എന്ന് പറയുന്നത്. ഇതെന്താണ്? I2 ഞാൻ അതുപോലെ എഴുതി. ഇതെന്താണ്? L ആണ്, ലെങ്ത് ആണ്. ഞാനപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. പെർ യൂണിറ്റ് ലെങ്ത്, ഈ ലെങ്തിനെ ഇവിടെ കൊണ്ടുവരണം. പെർ യൂണിറ്റ് ലെങ്ത് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടും μ0I1I2 ഡിവൈഡ് ബൈ 2πr എന്ന് കിട്ടും. ഇതാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. മനസ്സിലായോ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിന്റെ വാല്യൂ എത്രയാണ്? μ0I1I2 ഡിവൈഡ് ബൈ 2πr. മക്കളെ, ഞാൻ ഇവിടെ എന്താ ചെയ്തത്? ഞാൻ ഫസ്റ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഞാൻ പറഞ്ഞു ഇവന്റെ ജോലി എന്താണ്?
പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവന്റെ ജോലി എന്താണ്? പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുക, B1 എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനാണ് ഇവന്റെ ദൗത്യം. ഇവന്റെ ജോലി എന്താണ്? B1 എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നത് കൊണ്ട് പ്രൊഡ്യൂസ് ഫോഴ്സ് എന്താണ്? F21 എന്ന ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ രണ്ടുപേർക്കും രണ്ട് ദൗത്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവന്റെ ജോലി എന്തായിരുന്നു? ഇവന്റെ ജോലി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുക എന്നാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് അടുത്ത കണ്ടക്ടർ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. ശരിയാണോ? ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ആ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇനി സെയിം കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്, തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഒന്നുകിൽ ഇവിടെ കൊണ്ട് നിർത്താം, ഈ കാര്യം മനസ്സിലാക്കാം. ഇനി ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് മനസ്സിലാക്കി തരാനായിട്ട്, ഇത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ അടുത്ത രീതിയിൽ എന്ത് ചെയ്യാണ്? ഇവനെയാണെങ്കിൽ, ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ആണെങ്കിൽ ആ ഒരു സോഴ്സ് ആക്കി എടുക്കാൻ പോവാണ്. ഇവന്റെ ജോലി എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇവന്റെ ജോലി എന്താണ്? ഫോഴ്സ് ഉണ്ടാക്കുക. ഓക്കെ, സോ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. നോക്ക്, ഞാൻ അടുത്ത രീതിയിൽ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ കംപ്ലീറ്റ്ലി മായിച്ചു, ഞാൻ അടുത്ത രീതിയിൽ ഡിറൈവ് ചെയ്യുകയാണ്. ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സിനെ പറ്റി സംസാരിക്കാൻ പോവുകയാണ്. ഇതാണ് ഫസ്റ്റ് കണ്ടക്ടർ, ഇതാണ് സെക്കൻഡ് കണ്ടക്ടർ. ഇതിന്റെ രണ്ടിന്റെ ലെങ്ത് L ആണ്. ഇതിലൂടെ കറണ്ട് കടന്നു പോവുകയാണ് I1, ഇതിലൂടെ കറണ്ട് കടന്നു പോവുകയാണ് I2. അങ്ങനെയെങ്കിൽ ഇവയ്ക്കിടയിലുള്ള അകലമാണ് R എന്ന് പറയുന്നത്. സോ ഇവന്റെ ജോലി എന്താണ്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുക. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകും, ശരിയാണോ? മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എങ്ങനെയാണ്? ഔട്ട് ദ പ്ലെയിൻ, പ്ലെയിനിന്റെ പുറത്തേക്കാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. സോ ഇവനാണെങ്കിൽ ഇവിടെ പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും, ശരിയാണോ? കറണ്ട് പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇവിടെ പുറത്തേക്കാണ്. സോ നിങ്ങൾ പറയും, സാർ സിമ്പിൾ, സാർ ഇവിടെ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്. ഇത് ആരാണ് ഉണ്ടാക്കുന്നത്? സെക്കൻഡ് കണ്ടക്ടർ ആണ്. സോ നമ്മൾ പറയും B2 എങ്ങനെയാണ്? പുറത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ശരി. സോ B2ന്റെ വാല്യൂ പിടിച്ചുകൂടെ? B2 നോക്ക്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്, അതിൽ I എന്ന കറണ്ട് കടന്നു പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായി എന്ത് ചെയ്യും? R അകലെയുള്ള ഒരു പോയിന്റിൽ ഇവൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? അത് μ0I/2πr ആണ്. സോ ഇവിടെയാണെങ്കിൽ B2 സെക്കൻഡ് കണ്ടക്ടർ ആണ്. സോ B2ന്റെ വാല്യൂ എന്താണ്? B2 which is equal to μ0, I എന്ന് പറഞ്ഞാൽ ഇവന്റെ I ആണ് എടുക്കേണ്ടത്, ഇവനാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ I2 എന്ന് പറയേണ്ടി വരും /2πr. ഇനി ഇവന്റെ ജോലി എന്താണ്? ഫോഴ്സ് ഉണ്ടാക്കുന്നതാണ്. സോ വീണ്ടും നമ്മൾ പറയുകയാണ്, ഇതെന്ന് പറഞ്ഞാല് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ആരിക്കുകയാണ്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടിട്ടിരിക്കുകയാണ്. B എന്ന മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, കറണ്ട് മുകളിലേക്കാണ്, ശരിയാണോ? കറണ്ട് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, കറണ്ട് മുകളിലേക്കാണ്. സോ ഫോഴ്സ് പാം എങ്ങനെയാണോ അങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? സോ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു BIL sin θ. സൈൻ തീറ്റന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 90 ആണ്, sin 91 ആണ്. സോ ഇവിടെ ആരാണ് ഫീൽഡ് ഉണ്ടാക്കിയത്? സോ ഫോഴ്സ്, ഇവനാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇവന്റെ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് കണ്ടക്ടർ ഡ്യൂ ടു സെക്കൻഡ് കണ്ടക്ടർ. ഫസ്റ്റ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആര് മൂലം? സെക്കൻഡ് കണ്ടക്ടർ മൂലം. സോ ഫോഴ്സിന്റെ വാല്യൂ പറഞ്ഞു തന്നേ, ഫോഴ്സ് 12 വിച്ച് ഇസ് ഈക്വൽ ടു പറഞ്ഞേ ബി ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെക്കൻഡ് കണ്ടക്ടർ ആണ്. സോ B2 കറണ്ട്, ഫോഴ്സ് ഇവിടെ ഉണ്ടാവണേ ഇവിടെയാണ്. സോ ഫോഴ്സിന്റെ ഇക്വേഷനിൽ കറണ്ട് ഇതാണ്, ഈ കറണ്ട് ആണ്. എത്രയാണ്? I1 into L. So which is equal to force on first conductor due to second conductor which is equal to B ന്റെ വാല്യൂ എത്രയാണ്? അത് μ0I2/2πr ആണ്. μ0I2/2πr ആണ്. ഇനി I1 ഉണ്ട്, into L ഉണ്ട്. ഈ L ഇവിടെ കൊണ്ടുപോവാ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കാം. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് which is equal to നമുക്ക് എന്ത് കിട്ടും? μ0I1I2/2πr. സോ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഏത് കണ്ടക്ടറിൽ? ഈ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ സെയിം ആണ്. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആയ F21ഉം ഇവിടുത്തെ ഫോഴ്സ് F12ഉം സെയിം തന്നെയാണ്. പക്ഷെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇവിടെ ഈ കണ്ടക്ടർ ഇങ്ങോട്ട് വരും, ഈ കണ്ടക്ടർ ഇങ്ങോട്ട് വരും. അതിന്റെ മീനിങ് എന്താണ്? രണ്ട് കണ്ടക്ടറും അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാം, കറണ്ട് ആണെങ്കിൽ ഒരേ ഡയറക്ഷനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, കറണ്ട് സെയിം ഡയറക്ഷനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവ എന്ത് ചെയ്യും മക്കളെ? അട്രാക്ട് ചെയ്യും. അട്രാക്ട്. ഇതുപോലെ നമുക്ക് പറയാം, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ സഞ്ചരിച്ചു കഴിഞ്ഞാലോ? കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത് റിപ്പൽ ചെയ്യും. കറണ്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് റിപ്പൽ. സോ അത് റിപ്പൽ ചെയ്യും.
ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് അട്രാക്ട് എന്ന് മനസ്സിലായി. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും? ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും, ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. സോ എന്ത് ചെയ്യും? ഇത് അട്രാക്ട് ചെയ്യും. സെയിം ഡയറക്ഷനിലാണെങ്കിൽ അട്രാക്ട് ചെയ്യും. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മഴക്കാലം. മഴക്കാലത്താണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോകാറുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ കമ്പി തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ്. അപ്പൊ എങ്ങനെ ലൈൻ കമ്പികൾ കൂട്ടിമുട്ടുന്നതിന് കാരണം എന്താണ്? ലൈൻ കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് ആണ്. അവയ്ക്ക് എന്തുണ്ട്? ഇവിടെ കറണ്ട് ഇങ്ങനെ പോവുകയാണ്, ഇവിടെയും കറണ്ട് അതേ ഡയറക്ഷനിൽ പോവുകയാണ്. സോ അവയ്ക്ക് എന്ത് നേച്ചറാണ്? അട്രാക്റ്റീവ് നേച്ചറാണ്. സോ അട്രാക്റ്റീവ് നേച്ചർ ആയതുകൊണ്ട് എന്ത് ചെയ്യും? അവ പരസ്പരമാണെങ്കിൽ ഒരു അകലത്തിൽ വെച്ചിരിക്കുകയാണ്. അതാണെങ്കിൽ അകലം ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും മരമോ ഏതെങ്കിലും ആണെങ്കിൽ അതിന്റെ മണ്ടയിലേക്ക് വന്ന് വീഴാൻ എന്ത് ചെയ്യും? ആ ലൈൻ കമ്പികൾക്കിടയിലുള്ള ദൂരം എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് കുറയുകയും അത് പെട്ടെന്നാണെങ്കിൽ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമുക്ക് കാണാം, ലൈൻ കമ്പികൾ കൂട്ടിമുട്ടിയിരിക്കുന്ന നമുക്ക് തോന്നും. അതിന്റെ ഫലമായിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും, ഫ്യൂസ് എരിഞ്ഞു പോകും, നമ്മുടെ വീട്ടിലെ കറണ്ടും പോകും. ഓക്കെ, സോ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഒരിക്കലും മറക്കത്തില്ല. ഏതാണ്? ആ കറണ്ട് കടന്നു പോകുന്ന കമ്പിയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോണത്. അതുപോലെയാണെങ്കിൽ പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് ആണ്, ഒരേ ഡയറക്ഷനാണ് പോകണമെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? അത് അട്രാക്ട് ചെയ്യും. ഫോഴ്സുകൾ എന്ത് ചെയ്യും മക്കളെ? അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ ആണോ? അതുപോലെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഇക്വേഷൻ പറഞ്ഞേ, μ0 I1 I2 ഡിവൈഡ് ബൈ 2πr. ഇതാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഏത് കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാലും ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് സെയിം ആയിരിക്കും. നമുക്കറിയാം, ഇവിടുത്തെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ ഫോഴ്സ് F12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? -F21 ഈക്വൽ ആയിരിക്കും. F12 എന്ന് പറയുന്നത് എന്താണ്? -F21 ഈക്വലന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായ മക്കളെ? എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലായി. പണ്ട് കാലത്താണെങ്കിൽ ആംപിയർ, അതായത് 2018 മുന്നേ 2018 മുന്നേ വരെയാണെങ്കിൽ ആംപിയർ എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഇത് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സിന്റെ ഒരു മീറ്റർ അകലെ വെച്ചിരിക്കുകയാണ്. അവയ്ക്കിടയിലുള്ള ഫോഴ്സ് വെച്ചിട്ടാണ് 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്തത് 2018 വരെ. അതിനുശേഷമാണെങ്കിൽ 2018 പുതിയ പുതിയ റിവൈസ് ചെയ്തു. SI സിസ്റ്റം പുതുതായിട്ട് റിവൈസ് ചെയ്തു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അതിനെ പറ്റിയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. ഓക്കെ, ശരി. നോക്ക്, കോൺസ്റ്റന്റ് കറണ്ട് സഞ്ചരിക്കുകയാണ്. രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇത് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് I1, ഇത് I2. മക്കളെ I2 I1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. അതുപോലെ I2 എത്രയാണ്? 1 ആംപിയർ തന്നെയാണ്. ഇവയ്ക്ക് ഇടയിലുള്ള അകലമുണ്ട്. ആ അകലം 1 മീറ്റർ ആണെന്ന് കരുതുക. സോ ആറിന്റെ വാല്യൂ എത്രയാണ്? R which is equal to 1 മീറ്റർ. അങ്ങനെയെങ്കിൽ ഇവയ്ക്കിടയിൽ ഉറപ്പായും ഫോഴ്സ് ഉണ്ടാകും. ശരിയാണോ? ഇവയ്ക്കിടയിൽ ഉറപ്പായിട്ടും ഫോഴ്സ് ഉണ്ടാകും. സോ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് which is equal to, അല്ലെങ്കിൽ ഫോഴ്സ് which is equal to ഇക്വേഷൻ എന്താണ്? μ0 I1 I2 L ഉണ്ട്. ശരിയാണോ? ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ L കാണും. അതുപോലെ ഇവിടെ എന്താണ്? 2πr എന്നാണ്. കാര്യം മനസ്സിലായോ? ശരി. സോ μ0 by 2π. μ0ന്റെ വാല്യൂ എത്രയാണ്? അത് 4π into 10⁻⁻7 ആണ്. 4π into 10⁻⁻7 ആണ് μ0 എന്ന് പറയുന്നത്. I1 എന്ന് പറഞ്ഞാൽ 1 ആംപിയർ ആണ്. I2 എന്ന് പറഞ്ഞാൽ 1 ആംപിയർ ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ്, Lന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ലെങ്ത് എത്രയാണ്? 1 മീറ്റർ ആണ്. സോ ലെങ്ത് എത്രയാണ്? 1 മീറ്റർ ആണ്. ഡിവൈഡ് ബൈ 2π into r എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതും 1 മീറ്റർ ആണ്. 1 ആണ്. സോ നമുക്കറിയാം, ഇതും ക്യാൻസൽ ആകും. നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് 2 into 10⁻⁻7 ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടും. സോ ഫോഴ്സ് ആണ്. ഫോഴ്സ് നമ്മൾ ന്യൂട്ടണിലാണ് പറയുന്നത്. സോ രണ്ട് കണ്ടക്ടറിലൂടെയും 1 മീറ്റർ അകലത്തിൽ രണ്ട് കണ്ടക്ടറിന്റെ നീളമാണെങ്കിൽ 1 മീറ്റർ വെച്ചാണെങ്കിൽ 1 ആംപിയർ ആണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ ഇവയ്ക്കിടയിലുള്ള ഫോഴ്സിന്റെ വാല്യൂ എത്ര ആയിരിക്കണം? 2 into 10⁻⁻7 ആയിരിക്കണം. സോ രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് ഉണ്ട്. അവയാണെങ്കിൽ 1 മീറ്റർ അകലെ വെച്ചിരിക്കുകയാണ്. രണ്ടിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഇവയ്ക്കിടയിലുള്ള ഫോഴ്സ് 2 into 10⁻⁻7 ആകണമെങ്കിൽ ഏത് കറണ്ട് കടന്നു പോകണം? 1 ആംപിയർ കറണ്ട് കടന്നു പോകണം. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് 1 ആംപിയർ 2018 വരെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, കോൺസ്റ്റന്റ് കറണ്ട് രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കണം. രണ്ട് കറണ്ട് സെയിം ആയിരിക്കണം. വിച്ച് ഇഫ് മെയിൻറ്റെയിൻ 2 ലോങ് സ്ട്രെയിറ്റ് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് ഇൻഫിനിറ്റ് ലെങ്ത് ആണെങ്കിൽ നമ്മൾ പറയണം ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മതി. ഇൻഫിനിറ്റ് ലെങ്ത് എടുക്കുന്നെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇൻഫിനിറ്റ് ലെങ്ത് എടുത്തിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ 1 മീറ്റർ അപ്പാർട്ടാണ് വെച്ചിരിക്കുന്നത്, വാക്വത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അവയ്ക്കിടയിലുള്ള ഫോഴ്സ് എത്രയായിരിക്കും? 2 into 10⁻⁻7 ആണ് എങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എത്രയാണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്
2 × 10⁻⁻⁷ ആണെങ്കിൽ അത് 1 ആംപിയർ ആയിരിക്കും കറണ്ട് കടന്നു പോകുന്നത്. മനസ്സിലായോ? സോ 1 ആംപിയർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്നാണ്. ഡിഫൈൻ 1 ആംപിയർ. ഡിഫൈൻ 1 ആംപിയർ. 1 ആംപിയർ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ നിങ്ങൾ പറഞ്ഞുതരാം 1 ആംപിയർ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. നോക്ക്, ഇതിപ്പോ ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാക്കുണ്ട് ഇൻഫിനിറ്റ് ലെങ്ത് എന്ന് പറയുന്നുണ്ട്. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വലിയ ലെങ്ത് ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എടുക്കണം. ഇതിനെ ഇവിടെ കൊണ്ടുപോവാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു μ0 I1 I2 ഡിവൈഡ് ബൈ 2πr. സോ ഇതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? വാല്യൂ 2 × 10⁻⁻⁷ ന്യൂട്ടൺ എന്ന് കിട്ടും. മനസ്സിലായോ? സോ 2 × 10⁻⁻⁷ ന്യൂട്ടൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏത് കറണ്ട് കടന്നു പോകണം? 1 ആംപിയർ കറണ്ട് കടന്നു പോകണം. കണ്ടീഷൻ എന്താണ്? അത് 1 മീറ്റർ അകലെ വെച്ചിരിക്കണം, സ്ട്രെയിറ്റ് കണ്ടക്ടർ ആയിരിക്കണം, പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ, സോ ഇങ്ങനെയാണ് 2018 വരെ 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്തത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിനെ പറ്റിയുള്ള ബെറ്റർ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം കാണിച്ചു തരാം. ഇവയ്ക്കിടയിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. അങ്ങനെയെങ്കിൽ ഇതിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് മക്കളെ? അത് ഇങ്ങനെയാണ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ശരിയാണോ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. ഇത് I1. ഇത് മറ്റൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. ഇതിലൂടെ I2 കറണ്ട് കടന്നു പോവുകയാണ്. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇപ്പോൾ ഇങ്ങനെയായിരിക്കും. ശരിയാണോ? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇനി ഇത് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഷേപ്പ് ഇങ്ങനെ മാറും. ഒറ്റ ലൈനാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എങ്ങനെയാണ്? ഇങ്ങനെയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇത് മെർജ് ചെയ്യും. ഉണ്ടോ? ഇതിങ്ങനെ മെർജ് ചെയ്ത് ഇങ്ങനെ വരും മാഗ്നറ്റിക് ഫീൽഡ്. സോ 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിനെ പറ്റി, 2 പാരലൽ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിന് ഇടയിലുള്ള ഫോഴ്സിനെ പറ്റി ബെറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കറണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അവയ്ക്കുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ μ0 I1 I2 ഡിവൈഡ് ബൈ 2πr ആണ്. ഇത് 2 കണ്ടക്ടേഴ്സിലും ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് സെയിം ആണ്. പക്ഷേ ഇവിടെയാണെങ്കിൽ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ അടുത്ത ഫോഴ്സ് എങ്ങനെയായിരിക്കും? പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ആണ്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.